ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നും അല്ലാതെയും ഇന്ന് പുറത്തുവന്ന വിവരങ്ങൾ ഗൗരവമുള്ളതും ഞെട്ടിക്കുന്നതുമായിരുന്നു. കൊടിമര പുനഃപ്രതിഷ്ഠയിൽ വിജിലൻസ് അന്വേഷണം എന്ന തീരുമാനം UDFന് തിരിച്ചടിയാണ്. പാളികളുടെ സാമ്പിൾ പരിശോധന മറ്റൊരു ലാബിൽ നടത്തുന്നത് കുറ്റപത്രം ഇനിയും വൈകുമെന്ന് വ്യക്തമാക്കുന്നു. ഇതിനിടയിലാണ് ശബരിമലയിൽ നിന്നും ശാന്തിക്കാർ ഉൾപ്പെടെയുള്ള ദിവസവേതനക്കാർ ലക്ഷക്കണക്കിന് രൂപ സന്നിധാനത്തെ ബാങ്ക് വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും ബന്ധുക്കൾക്ക് അയച്ചുവെന്ന കണ്ടെത്തൽ വിവരവും പുറത്തുവന്നത്. രാഷ്ട്രീയ പാർട്ടികൾ സ്വർണം കട്ടത് ആരപ്പ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ ശബരിമലയിൽ അപ്പാടെ തട്ടിപ്പുകാരുടെ വിഹാരമായിരുന്നെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ തെളിയിക്കുന്നത്. കാണാം തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കട്ടവരാരപ്പ. ശബരിമലയിൽ നടന്നത് സ്വർണ്ണക്കൊള്ള മാത്രമല്ലെന്നും അയ്യനെ അടപടലം കൊള്ളയടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നും വിവരങ്ങൾ പുറത്തു വന്നൊരു പകലാണിത്. ശാന്തിക്കാർ ഉൾപ്പെടെ ദിവസവേതന ജീവനക്കാർ വേതനത്തിന് പുറമെ കൊള്ളയടിക്കാനുള്ള നീക്കം സംബന്ധിച്ച വിവരങ്ങളും ഇന്ന് പുറത്തു വന്നു. ഇതിനിടയിലാണ് ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠ സംബന്ധിച്ച് അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി തീരുമാനം. നിയമസഭയ്ക്കകത്തും പുറത്തും ശബരിമല സ്വർണ്ണക്കൊള്ളയെ ചൊല്ലിയുള്ള കോലാഹലങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. കുറ്റപത്രം വൈകുന്നത് മൂലം സ്വാഭാവിക ജാമ്യം ലഭിച്ച് പ്രതികൾ പുറത്തിറങ്ങുന്നതായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധത്തിന് കാരണം. എന്നാൽ കുറ്റപത്രം ഇനിയും വൈകുമെന്നാണ് ഹൈക്കോടതിയിൽ നിന്നും ഇന്ന് പുറത്തുവന്ന വിവരം. കാരണം VSSയിൽ നിന്നും SITക്ക് കൈമാറിയ റിപ്പോർട്ടിൽ ചില കാര്യങ്ങളിൽ വ്യക്തതയില്ല. ശബരിമലയിൽ സ്വർണ്ണക്കവർച്ച ചെയ്ത കട്ടിളപ്പടിയുടെ കാലപ്പഴക്കം സംബന്ധിച്ചാണ് VSSയുടെ റിപ്പോർട്ടിലെ അവ്യക്തത. സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ മൊത്തത്തിൽ കടത്തി പുതിയ പാളികൾ സ്ഥാപിച്ചതാണോ എന്നതിലാണ് ആശയക്കുഴപ്പം. 1998 മെർക്കുറി ഉപയോഗിച്ചാണ് UB ഗ്രൂപ്പ് ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പടി സ്വർണം പൊതിഞ്ഞത്. എന്നാൽ ചില പാളികളിൽ മാത്രം മെർക്കുറിയുടെ അംശം തീരെ കാണുന്നില്ലെന്നാണ് VSS പരിശോധനാ റിപ്പോർട്ട്. ഇതോടെയാണ് സാമ്പിളുകൾ പാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ പരിശോധന നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയത്. മാസപൂജയ്ക്കായി അടുത്തയാഴ്ച നട തുറക്കുമ്പോൾ സാമ്പിൾ വീണ്ടും ശേഖരിക്കാനാണ് നീക്കം. കൊടിമര പുനഃപ്രതിഷ്ഠ ഒരു രാഷ്ട്രീയ വാളാണ്. പ്രത്യക്ഷമായി അത് നീളുന്നത് UDFന്റെ കഴുത്തിലേക്കാണെങ്കിലും ഏതു വഴിക്കും തിരിയാം. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ വിജിലൻസിന്റെ ക്വിക്ക് വെരിഫിക്കേഷനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണത്തിനുള്ള ഹൈക്കോടതി നിർദ്ദേശം. 2014 ജൂൺ 18 നടന്ന ദേവപ്രശ്നത്തിലായിരുന്നു കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കുള്ള തീരുമാനം. ജീർണത ലക്ഷണമുണ്ടെന്നും ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയിരുന്നു. തീരുമാനമെടുത്തത് കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡ്. തീരുമാനം നടപ്പാക്കിയത് പിന്നീടെത്തിയ പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബോർഡ്. അഡ്വൈസറി കമ്മീഷന്റെ സാന്നിധ്യം ഉൾപ്പെടെ പലതവണ ചർച്ചയായതാണ്. എന്നാൽ സംഭാവന സ്വീകരിച്ചതിന്റെ മഹസറിൽ അവ്യക്തതയുണ്ടെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ വാദം. ഇതിനൊക്കെയിടയിലാണ് ശബരിമലയിൽ നിന്ന് ശാന്തിക്കാർ ഉൾപ്പെടെയുള്ള ദിവസവേതനക്കാർ ലക്ഷക്കണക്കിന് രൂപ സന്നിധാനത്തെ ബാങ്ക് വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും ബന്ധുക്കളുടെ പേർക്ക് അയച്ചതായി കണ്ടെത്തിയത്. ആഴ്ചതോറും 10,000 മുതൽ 50,000 രൂപ വരെ അയച്ചുകൊണ്ടിരുന്നു. 100-ലധികം പേർ പണമയച്ചെന്നാണ് കണ്ടെത്തൽ. ശബരിമലയിലെ വെട്ടിപ്പുകൾ വിവാദമായ പശ്ചാത്തലത്തിൽ സന്നിധാനത്തെ ബാങ്കിൽ നിന്നും പോസ്റ്റ് ഓഫീസിൽ നിന്നും ദേവസ്വം വിജിലൻസിനെയാണ് വിവരമറിയിച്ചത്. മകരവിളക്ക് കാലത്താണ് അന്വേഷണം ആരംഭിച്ചത്. ചില ദേവസ്വം ജീവനക്കാരും ഇത്തരത്തിൽ പണമയച്ചതായും കണ്ടെത്തി. മേൽശാന്തിയുടെയും തന്ത്രിയുടെയും സഹായികളായി വന്ന ശാന്തിക്കാരെക്കുറിച്ചും ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. സ്വർണ്ണക്കൊള്ള, ആടിയ നെയ് ക്രമക്കേട്, ഒടുവിൽ കരാർ ജീവനക്കാരുടെ അനധികൃത പണമയപ്പ്, അങ്ങനെ ശബരിമലയിലെ ക്രമക്കേടുകൾ പലമാനത്തിൽ വളരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഈ വിവാദങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ടാകും. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.